കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സാധാരണ അളിയന് കാശ് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് ഇങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കാറ്. എന്തെങ്കിലും കൊടുത്താലോ ഭാര്യയുടെ മുന്നിൽ ആളാവാനായിട്ട് അവളെ കൊണ്ട് ചുറ്റിക്കറങ്ങും. എന്നിട്ട് 2 ദിവസം കൊണ്ട് തീർക്കും. എന്നാ കേട്ടോ, ഞാൻ പണം ചോദിക്കാനല്ല അളിയനെ വിളിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന കേട്ടിട്ട് അളിയൻ എനിക്ക് പണം തന്ന അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അളിയൻ വാളിയ ചെല്ലില്ലാലേട്ടാ, വാളിയ. അവനെന്തിനാ മോടെ വീട്ടിൽ വന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. വെറുതെ ഞങ്ങളുണ്ടെന്ന് കരുതിയിട്ട് വന്നതായിരിക്കും. ഹരിലാലിന്റെ വീട്ടിൽ നിങ്ങൾ പോയപ്പം ഇവൻ വന്നായിരുന്നല്ലോ. അവൻ ഇങ്ങനെ നിങ്ങൾ പോകുന്നിടത്തൊക്കെ പുറകെ വന്നിട്ട് അത് ജയിലിൽ കിടക്കുന്നവളോട് ചെന്ന് പറയാനാ. രാഘവിനി പുറത്തിറങ്ങുമ്പം അവനും മോളും ജയലാലുമൊക്കെ തമ്മി തല്ലിയാലല്ലേ അവനിവിടെ സ്ഥാനം ഉണ്ടാകത്തുള്ളൂ. അതിനിടെ കിടന്ന് പിരളാൻ പറ്റൂ. വിളിച്ചോണ്ട് പോയത് പൈസ ചോദിക്കാൻ തന്നെ. പിന്നെ മോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചോദിക്കാനുള്ള ജാള്യത കൊണ്ടാ ഇവിടെ വെച്ചൊന്നും ചോദിക്കാഞ്ഞത്. മോക്കൊരു ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട ച, ഞാൻ അടുക്കളയിൽ പോയി എടുത്തു കുടിച്ചോളാം. എന്താ അളിയന് പറയാനുള്ളത്? ദീപയുടെ വീട്ടിൽ വന്നപ്പോഴും ഏതാണ്ടൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ അളിയ സംസാരിച്ചത്. മനസ്സിലല്ലളിയ, മൊബൈലിലാ വെച്ചിരിക്കുന്നത്. അളിയൻ ഇത് കണ്ടോ, ഒരു പെൺകുട്ടിയുടെ ലീലാവിലാസങ്ങള് നോക്കി. അളിയ, കല്യാണത്തിൽ തന്നെ പല കളികളും നടന്നു. ഇന്നാണ് അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. എന്റെ അളിയ, കല്യാണത്തിന് മുമ്പ് വഴിപഴച്ച ഒരു പെണ്ണിനെയാണോ അളിയൻ കെട്ടിയത്? ദീപ ഒരിക്കലും വഴിപഴച്ച് പോയിട്ടില്ല. അവളെപ്പോ ഒരു നീറ്റ് പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ കണ്ടത് എന്തോന്നാ അളിയ? അവിടെ കഴുത്ത് വെട്ടി മാറ്റി വെച്ചാണോ ഫോട്ടോഷോപ്പ്? അളിയനൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി പോയി അമ്മായി ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞാലേ കാര്യങ്ങൾ കുശാലായി. അമ്മായി ജയിലും പൊളിച്ചിങ്ങ് വരും, അല്ലെങ്കിൽ ജയിലിൽ ചാടും. എന്നിട്ട് ഇവിടെ വന്ന അളിയന്റെ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളുടെ അമ്മയുടെ മുമ്പിൽ കൊണ്ടേയിടും. ഈ ലോകം മുഴുവൻ അവളെ കുറ്റപ്പെടുത്തിയാലും അവള് തെറ്റുകാരിയാണെന്ന് പറഞ്ഞാലും ഞാനതിനൊപ്പം നിൽക്കില്ല. അത് അളിയനെ കിഴങ്ങനായതുകൊണ്ടാണ്. അല്ല, ഞാനൊരു മനുഷ്യനായതുകൊണ്ട്. അപ്പോഴേ മനുഷ്യ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്ത്? അല്ല, അളിയൻ അറിയാലോ, എന്തെങ്കിലും ഒരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാലേ അത് പുറന്തള്ളുന്നത് വരെ വല്ലാത്തൊരു വീർപ്പൂട്ടല്ലേ. ഇതെങ്ങനെ അളിയാ ഞാൻ ഉള്ളി വെച്ചോണ്ടിരിക്കുന്നത്? അളിയനെ ഹേമയെ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്റെ മുന്നിൽ വന്ന് സഹായം ചോദിച്ചപ്പോഴൊക്കെ ഞാൻ വേണ്ട തന്നിട്ടുമുണ്ട്. അതിനിടയിൽ എന്നെ ആക്ഷേപിക്കുകയും കൊച്ചാക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അളിയൻ. അതളിയന്റെ പ്രവൃത്തി കൊണ്ടാ. ഓഹോ, അപ്പോ അളിയന്റെ കെട്ടിയോളുടെ പ്രവൃത്തിയാണോ നല്ലത്? ദീപ എന്റെ ഭാര്യയാണ്. അവൾക്ക് വിവാഹത്തിന് മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ സഹിച്ചാ പോരെ. പക്ഷേ എനിക്കിത് സഹിക്കുന്നില്ലളിയ. അമ്മായിക്കാണെങ്കിൽ ഇത് ഒട്ടും സഹിക്കത്തില്ല. പിന്നെ സഹനശക്തി വേണമെങ്കിൽ ഞാനൊന്ന് വീണ്ടെടുക്കാൻ നോക്കാം. പക്ഷേ അതിന് ചെലവുണ്ട്. എന്ത്? അളിയൊന്നും തിരിഞ്ഞ്. എന്തിന് തിരിയളിയ? എന്തായി കാണിക്കുന്നത്? കിട്ടിപ്പോയി. അതാ അളിയ, എത്ര ഉണ്ടോന്ന് എണ്ണി നോക്കുന്നില്ല. തപ്പിയപ്പോ കിട്ടിയത് എടുത്തു. ഓഹോ, നനഞ്ഞട കുഴിക്കുവാണല്ലേ? എന്റെ അളിയ, ഈ വീട്ടിലെ മരുമക്കള് വാഴത്തില്ല അളിയ. അതുകൊണ്ടാണ് അളിയന്റെ പെണ്ണിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ഇത് അടക്കി പിടിച്ചോണ്ട് നടന്നോളാം. അതിന് ഇതുപോലുള്ള പാരിതോഷികങ്ങൾ തരണമെന്ന് മാത്രം. അളിയൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഇത് തന്നെ അളിയ എന്റെ ജോലി. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാ, അത് പറയാതിരിക്കുക, അതിന് ശമ്പളം വാങ്ങിക്കുക. ഏതായാലും മാസാമാസം ഒരു ശമ്പളം അളിയനങ്ങ് ഫിക്സ് ചെയ്തോ. ഒരു 10,000-30,000 ഒക്കെ മതി.
അതൊക്കെ അളിയന് നിസാരമില്ല അളിയെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമാണ്, അത് തകർക്കരുത്. ആ, അളിയൻ എന്തോന്ന് അളിയായി പറയുന്നേ? അളിയൻ ഒരു പാവമല്ലേ, ഒരു മാന്യനല്ലേ? അളിയന്റെ ജീവിതം തകർന്നില്ലേ? ഹ, എന്റെ ജീവിതം തകർന്നെന്ന് അളിയനോട് ആരാ പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ദീപയെ വിവാഹം കഴിച്ചത്. ആ, അതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്തിന് വിവാഹം കഴിച്ചു? ആരോട് ചോദിച്ചിട്ട് കഴിച്ചു? അളിയാ, ഞാൻ കുറെ നാളായി മദ്യം കഴിച്ചിട്ട്. അമ്മാവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കുപ്പി ഇരിപ്പുണ്ട്, എന്നിട്ടും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ 2 എണ്ണം കഴിക്കും. അത്രയ്ക്ക് വിഷമായി പോയളിയാ, ഞാൻ തകർന്നുപോയി. ദുർനടപ്പുള്ള ഒരു അനിയത്തെയാണ് എനിക്കുള്ളതെന്ന് അറിഞ്ഞപ്പോ സത്യം പറയാലോ മരിക്കാൻ തോന്നി എനിക്ക്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, അത് തന്നെയാണ് എന്റെയും കുഴപ്പം. ഇത്രയൊക്കെ ആയിട്ടും എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അളിയൻ അവളെ കെട്ടിയല്ലോ. ഇതിനകത്തെ പ്രതി ആരാന്നറിയാവോ? അയാളാ ആ ഡോക്ടർ ഇക്ബാൽ. ആ, അയാൾ അളിയനെ ഒത്തു കിട്ടിയപ്പോ ഇഞ്ചക്ഷൻ എന്തോ തന്നിട്ടുണ്ട്. അതോടെ അളിയന്റെ ഹോർമോണിന് വ്യത്യാസം വന്നു. അതുകൊണ്ടാ കെട്ടിയ പെണ്ണിന്റെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടും അളിയന്റെ രക്തം തിളയ്ക്കാതെ പോയത്. എന്നാലും എന്റെ അളിയാ, ഇത് ഇത്തിരി കടുത്തുപോയി. ആ, പിന്നെ എന്റെ പ്രിയപ്പെട്ട അളിയനായി പോയില്ലേ, അതുകൊണ്ടേ പെട്ടെന്ന് പിഴുതെറിയുന്നില്ല അവളെ. എന്നാലും കേട്ടോ, ഇനി എനിക്ക് അവളോട് പുച്ഛമായിരിക്കും, പരമ പുച്ഛം. ഹരിയേട്ടാ, ദേ ജയം വന്നു. ജയ, എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയ പ്രശ്നമുണ്ട്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി വലുത് തന്നെ. ആ, എന്തായാലും നീ ഇരിക്കും. എന്താടാ, എന്താ കാര്യം? ഭയന്നത് സംഭവിച്ചു. ദീപയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വിഷ്വൽസും വാർത്തയൊക്കെ ഉണ്ടല്ലോ, അതറിയാൻ പാടില്ലാത്ത ഒരാൾ അറിഞ്ഞു. നമ്മുടെ അളിയൻ. അയ്യോ, ഇനിയിപ്പോ ഇത് അമ്മ അറിയല്ലോ. ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് പോയി അവനത് പറയും തോന്നില്ല. എന്നാൽ അതിന്റെ പേരിൽ ഇനി വിലപേശലുണ്ടാവും. ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ നിന്ന് തുക വാങ്ങിക്കഴിഞ്ഞു. ഇനി അവന്റെ കൈയും കാലും പിടിക്കേണ്ടി വരുമല്ലോ ജയ. അല്ല, ദീപ ഇതറിഞ്ഞോ? ഇതുവരെ ഇല്ല. ദീപയുടെ ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അവനത് അനുസരിക്കുമെന്ന് എനിക്കറിയില്ല. അളിയനാണെങ്കിലും പറയുക, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരുത്തന ആ പ്രേമചന്ദ്രൻ. അവനില്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ജയനോട് പറയണമെന്ന് പലവട്ടം കരുതിയതാ. പിന്നെ ഹരിയേട്ടൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ പറയാത്തത്. ഹേമയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ചു ദിവസം കൂടി ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാനും നിങ്ങളുടെ അമ്മയും കൂടി വഴക്കുണ്ടാകുമ്പോ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അവൻ അടുത്തുകൂടുമായിരുന്നു. ആ സമയത്ത് അവന്റെ നോട്ടവും സംസാരവും ഒന്നും ശരിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവം അവൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സൂക്ഷിക്കണം ജയ. ദീപയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അവന്റെ കണ്ണിൽ ദീപ തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന ഒരു പെൺകുട്ടിയായി കഴിഞ്ഞു. ഇനിയിപ്പോ അവൻ അങ്ങനെ ദീപയെ നോക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. അല്ലെങ്കിൽ തന്നെ കാരണമില്ലാതെ ഓരോരുത്തർ ആ പാവത്തിന്റെ തോളെ കയറിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ അവൻ ഈ സംഭവം കൂടി അറിഞ്ഞിരിക്കുന്നത്. ആരാ അവനോട് ഇതൊക്കെ പറഞ്ഞത്? അറിയില്ല ഏട്ടത്തി. ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുമല്ലേ. മൊബൈല് കളിച്ചോണ്ടിരുന്നപ്പോ ദീപയുടെ കാലക്കേടിന് ആ വാർത്തയും ഫോട്ടോസൊക്കെ അവൻ കണ്ടതായിരിക്കും. ഇനിയിപ്പോ താണു വണങ്ങി എനിക്ക് പോലും നിൽക്കാൻ പറ്റൂ. അമ്മ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ദീപയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ജയ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ദീപയെ സ്വീകരിച്ച നിനക്ക് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടി വരും.
അമ്മ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അതനുസരിക്കുന്നത് ദൈവം നിന്നയാണ്. ഹരിയേട്ടൻ പറഞ്ഞത് ശരിയാ ജയ. ആ പാവത്തിനെ ഒരിക്കലും നീ വേണ്ടാന്ന് വെക്കരുത്. എനിക്കതിന് കഴിയോ ഏട്ടത്തി. അമ്മയുടെ കൂടെ നിന്നാലും ദീപയെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അമ്മയ്ക്ക് അവളെ ഇറക്കി വിടാം. എന്നാ എന്റെ മനസ്സിൽ നിന്നൊരിക്കലും അവളെ ഇറക്കി വിടാൻ പറ്റില്ല. നീ ഏതായാലും ടെൻഷൻ അടിച്ച് വന്നതല്ലേ, ഞാനൊരു ചായ എടുക്കാം. അയ്യോ, ഇപ്പൊ വേണ്ട ഏട്ടത്തി. നീ ഇരിക്കേ, ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി. നമ്മുടെ അമ്മ എല്ലാം മനസ്സിലാക്കുന്ന ഒരു അമ്മയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ ഒരു അമ്മ ഇനി സ്വപ്നത്തിൽ മാത്രമാണ്. ഞാൻ വക്കീലിനെ കണ്ടിരുന്നു. അമ്മയ്ക്ക് ഉറപ്പായും പുറത്തിറങ്ങാൻ പറ്റുമെന്നാ അയാൾ പറഞ്ഞത്. എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് അതിനു മുമ്പ് ദീപയെ അവിടെ നിന്ന് മാറ്റേണ്ടി വരുമോ? അമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപയെ ദീപയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നതായിരിക്കും നല്ലത്. നീ ഇടയ്ക്കിടയ്ക്ക് ദീപയെ അവിടെ പോയി കണ്ടാ മതി. അമ്മ അതറിയണ്ട. ഇനിയിപ്പോ അതൊക്കെ നടക്കും. ആ, നീയായിരുന്നോ? പിന്നല്ലാതാരാ? ഞാനല്ലേ ഇടയ്ക്ക് മുറയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ വേറെ ആരാ അമ്മയെ കുറിച്ച് ചിന്തിക്കാനുള്ളത്? നിനക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യം കാണും, അതുകൊണ്ടായിരിക്കും വന്നത്. അയ്യോ, ഒരിക്കലും അല്ല. ഞാൻ വെറുതെ വന്നതാ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാ മോനും മരുമോളും കൂടി ഉലകം ചുറ്റുന്നുണ്ട്. ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ അവള് ജയലാലിനെ വിളിച്ചോണ്ട് അവളുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ഞാൻ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാ അതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതല്ലാതെ അവളുടെ ഭരണമൊന്നും അവിടെ ഇല്ലല്ലോ. ഭരണമൊന്നും ഇതുവരെ ഇല്ല. എങ്കിലും അളിയൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നമ്മുടെ കുടുംബത്തിന് പറ്റിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അവൾക്ക് ഈ ആണുങ്ങളെ കാണുമ്പോ ചെറിയൊരു പുഞ്ചിരി ശൃംഗാരം ഒക്കെ ഉണ്ട്. നീ എന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നത്? അയ്യോ, ഞാൻ നോക്കിയതല്ല. അവള് പലപ്പോഴും എന്റെ അടുത്ത് കാരണം ഇല്ലാതെ വരുന്നുണ്ട്. ജയലാലിനേക്കാൾ യോഗ്യനല്ലല്ലോ നീ, പിന്നെ നിന്റെ അടുത്തേക്ക് വരേണ്ട കാര്യം എന്തുവാ? എന്റെ അമ്മായി, എത്ര യോഗ്യതയുള്ള ആണുങ്ങളായാലും ചില പെൺകുട്ടികൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഭർത്താവ് അത്ര പോരാന്നൊക്കെ തോന്നും. നീ കഥകൾ ഉണ്ടാക്കാൻ മിടുക്കനാ എന്ന് കരുതി വെറുതെ ഓരോന്ന് പറയരുത്. മരുമക്കളെ ഞാൻ മര്യാദ പഠിപ്പിക്കാറുണ്ട് എന്ന് വെച്ച് അവരഴിഞ്ഞാട്ടക്കാരികളാണെന്ന് ഞാൻ മനഃപൂർവ്വം ചിത്രീകരിക്കാറൊന്നുമില്ല. നിനക്ക് പെൺകുട്ടികളെ കാണുമ്പോ ഇത്തിരി കുഴപ്പമാണെന്ന് ഹേമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മായി, ഞാൻ ഏത് നേരവും എന്റെ ഭാര്യ അമ്മായിയുടെ മോളെ പറ്റിച്ചേർന്ന് നടക്കുക. അതുകൊണ്ട് അവൾ എന്നെ സംശയിക്കേണ്ട ഒരു കാര്യവും. ഏതായാലും ഹേമയും ചാരുവും ഇതേ അഭിപ്രായം തന്നെ പറയട്ടെ. ആ, പറയട്ടെ. അപ്പൊ നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. അവര് വരുമ്പോ ചോദിച്ചു നോക്ക്, അളിയൻ അവളെയും കൊണ്ട് പുറത്തൊക്കെ ചുറ്റുവാണോന്ന്. മൂത്ത അളിയന്റെ അടുത്ത് വരെ അവര് പോയി. സത്യമാണോ നീ പറഞ്ഞത്? എന്റെ അമ്മായി വീട്ടിലുള്ളപ്പോ പോലും അളിയൻ ചേട്ടൻ ഹരിലാലിന്റെ വീട്ടിൽ പോയില്ലേ? അമ്മാവൻ കൈയോടെ ചെന്ന് അളിയനെ പിടിച്ചില്ലേ? അപ്പൊ പിന്നെ അമ്മായി ഇല്ലാത്തപ്പോ അളിയൻ പോയില്ലേ? അവിടെ വെച്ച് നീ അവരെ കണ്ടോ? എന്ന് ചോദിച്ചാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസം ഞാൻ മൂത്തളിയന്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് എന്നെ അളിയനും അളിയന്റെ ഭാര്യയും കൂടി അവിടെ നിന്ന് ഓടിച്ചു വിടുമായിരുന്നു. ആ നേരത്തെ ജയലാൽ അളിയനും ദീപയും അവിടെ ഉണ്ടായിരുന്നു എന്നാ എന്റെ വിശ്വാസം. അവരുടെ കാറ് പുറത്തുണ്ടായിരുന്നു. അവരുടെ കാർ നീ പുറത്ത് കണ്ടായിരുന്നോ? കണ്ടെന്ന് പറയാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കണ്ടായിരുന്നു. മതിലിന്റെ പുറത്തെ കുറച്ച് മാറ്റിയിട്ടേക്കായിരുന്നു. മൂത്ത അളിയനും ഇളയ അളിയനും അവരുടെ ഭാര്യമാരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അമ്മായിക്ക് ആൺമക്കളെ കാണാൻ പോലും പറ്റത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ദീപ എന്ന അമ്മായിയുടെ ഇളയ മരുമോള് ഒരുപാട് കാലം ആ സ്ഥാനം തുടരില്ല. അവളെ അമ്മായി തന്നെ പുറത്താക്കും. അവള് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മായിക്ക് നേരിട്ട് ബോധ്യപ്പെടും, തെളിവുകൾ സഹിതം. എന്നാ പോട്ടെ അമ്മായി.
വഴിതെറ്റി നടന്ന ഒരുത്തിയെ എന്റെ അളിയന്റെ തലയെ കെട്ടിവെച്ചിട്ട് ഡോക്ടർ അവളെ അവളുടെ കുടുംബത്തെ രക്ഷിച്ചു അല്ലേ? കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. ഇനി എന്തറിയാനാ? ഞാൻ ജയിലിൽ പോയിട്ടാ വരുന്നത് എന്റെ അമ്മായിയമ്മയെ കാണാൻ. നീ ജയലാലിന്റെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പറഞ്ഞാ മിക്കവാറും ജയിലിൽ പൊളിച്ച് അമ്മായിങ്ങ് വരുമല്ലോ. പിന്നെ അവിടെ ഇവിടെ തൊടാതെ ഒന്ന് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ദീപ ഒരു പാവം കുട്ടിയാണ്. ദയവ് ചെയ്ത് ആ കുട്ടിയുടെ ലൈഫ് ഇല്ലാതാക്കി കളയരുത്. അപ്പോ അവളെ കെട്ടിക്കൊണ്ടുവന്ന് എന്റെ അളിയന്റെ ലൈഫ് പോട്ടേന്ന് അല്ലേ? എല്ലാം അറിഞ്ഞിട്ടാണ് ജയലാൽ ദീപയെ വിവാഹം കഴിച്ചത്. ദീപ നല്ല കുട്ടിയാണെന്ന് മറ്റാരെക്കാളും നന്നായി ജയലാലിന് അറിയാം. എന്റെ ഡോക്ടറെ, ജയിൽ പുള്ളിയായ അമ്മായിയമ്മയുള്ള വീട്ടിലേക്ക് മക്കളെ പറഞ്ഞു വിടാൻ മിക്ക കുടുംബക്കാർക്കും മടിയായിരുന്നു. അവസാനം അളിയന് മനസ്സിലായി അളിയന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ലാന്ന്. അതുകൊണ്ട് അവസാനം ഇത്തിരി പോരായ്മ ഉള്ള പെണ്ണാണെങ്കിലും പോരട്ടെ എന്ന് കരുതി ഭാര്യയെന്ന് പറയാൻ ഒരാളായല്ലോ. പിന്നെ ആ സമയത്ത് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. നിന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും ഉൾപ്പെടെ ആർക്കും ദീപയുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ടാവില്ല. ആ കാര്യത്തിൽ തർക്കിക്കുന്നില്ല. അവരാരും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നില്ലല്ലോ. അല്ല, ഡോക്ടർക്ക് ആ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? അല്ല, ദീപയുടെ അച്ഛനും അമ്മയും തമ്മിൽ അത്ര സുഖത്തിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോഴാണല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ആ ഗ്യാപ്പിലേക്ക് ഡോക്ടർ ഇടിച്ചു കയറിയെന്നാ ഞാൻ ചോദിച്ചത്. അറിയുന്നോണ്ടൊന്നും തോന്നരുത്. ദീപയുടെ അമ്മയും ആള് നല്ല ഭംഗിയുള്ള കൂട്ടത്തിലാ. ആണും പെണ്ണും തമ്മിലൊന്ന് നോക്കിപ്പോയാൽ, തമ്മിൽ സംസാരിച്ചു പോയാൽ അതിനെ തെറ്റായ കണ്ണുകൊണ്ട് കാണുന്ന ചിലരുണ്ട്. ആ കൂട്ടത്തിൽപ്പെടും നീ. കൂടുതൽ ഒന്നും പറയേണ്ട ഡോക്ടറെ. അവളുടെ ഫോട്ടോസ് കാണുന്ന ആരും അവളെ കെട്ടിക്കൊണ്ടുപോവില്ല. നല്ലൊരു കുടുംബത്തിലേക്ക് അവൾക്ക് പോവാനും പറ്റൂല. ആ, പിന്നെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആരെങ്കിലും വരും. പിടിപ്പത് പൊന്നും പണവും വാങ്ങി അവളെ കെട്ടിക്കൊണ്ടുപോവാൻ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളെ വീട്ടിനകത്ത് ഇരുന്നു പോവും. അങ്ങനെ ഇരുന്നാലും ശരി, ദീപയുടെ അമ്മ നല്ലൊരു കയ്യിലേക്കല്ലാതെ അവരുടെ പെൺമക്കളെ പിടിച്ചു കൊടുക്കില്ല. ഏതായാലും അവൾക്ക് കിട്ടിയത് ലോട്ടറിയാ. ജയലാലിനെ പോലൊരു ചെറുപ്പക്കാരനെ കിട്ടാനേ പ്രയാസമാ. പക്ഷെ അളിയന്റെ ജീവിതം താറുമാറായി പോയില്ലേ? എന്ത് താറുമാറായി പോയെന്നാ പറയുന്നത്? അവർ തമ്മിൽ വീടിനകത്ത് എന്തെങ്കിലും വഴക്കുണ്ടോ? ദീപ വീട് നോക്കാതിരിക്കുന്നുണ്ടോ? അതൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തോണ്ടേ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത്. തീയും പുകയും കെട്ടടങ്ങുമ്പോ അവളുടെ തനി കുണം കാണിച്ചു തുടങ്ങും. എനിക്ക് കുഞ്ഞുനാൾ മുതലേ അടുത്തറിയാവുന്ന കുട്ടിയാണ് ദീപ. ഇന്നത്തെ കാലത്ത് നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. അപ്പൊ ഡോക്ടറും ശരിക്കും കണ്ടതാണല്ലേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പല്ലിന്റെ എണ്ണം കുറഞ്ഞ നീ വീട്ടിലെത്തൂ. അങ്ങനെ എന്റെ പല്ലിന്റെ എണ്ണം കുറഞ്ഞ ഇന്ന് തന്നെ അറിയേണ്ടവരൊക്കെ അവളെ പറ്റി അറിയും. പിന്നെ പല്ലിന്റെ എണ്ണം കുറയുന്നതേ അവളുടെ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി ജയിലിലേക്ക് പോണോ? അമ്മയോട് എല്ലാം പറയണോ? ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് കരഞ്ഞതാ ദീപമോള്. ഇനിയെങ്കിലും ആ പാവത്തിനെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കേ. പെൺകുട്ടിയുടെ അച്ഛനില്ലാത്ത സങ്കടമാ ഡോക്ടറിന്. അതുകൊണ്ടാ ഞാൻ ഡോക്ടറിനെ സംശയിച്ചത്. ഏതായാലും ഈ വണ്ടി ഒരുപാട് കാലം ഓടില്ല കേട്ടോ. ഇടയ്ക്ക് ഗട്ടർ വീണ് കഴിഞ്ഞു. അതും വലിയ കുഴിയാ. ഇനി അളിയന് ഡ്രൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നാട് തണ്ടി കടന്ന് ഒരുത്തിയെ പിടിച്ച് എന്റെ അളിയന് കൊടുത്തിട്ട് ഇപ്പൊ അവളെ ന്യായീകരിക്കുന്നു. അമ്മായി ഒരു ദിവസം ഡോക്ടറുടെ വീട്ടിലേക്ക് വരും. ഡോക്ടറുടെ കുടുംബക്കാരിയേക്ക് കേൾക്കാൻ കൊള്ളില്ലാത്ത ചില വാക്കുകൾ പറയാം. അന്നേ ഡോക്ടർ പഠിക്കും.
ആ ലാലേട്ടാ. വല്ലാത്തൊരവസ്ഥയിലാ മോളെ ഞാനിപ്പോ. എന്താ ലാലേട്ടാ? അവനെല്ലാം അറിഞ്ഞു. ആ പ്രേമൻ ദീപയ്ക്കുണ്ടായ ചതിയൊക്കെ അവൻ അറിഞ്ഞു. ആരാ അത് പറഞ്ഞത്? ആരാണെന്നൊന്നും അറിയില്ല. മൊബൈലിൽ വാർത്തയും വിഷ്വൽസും ഒക്കെ എന്നെ കാണിച്ചു. അയാളെ പറ്റി ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഇതൊക്കെ അറിഞ്ഞ ഇനി അറിയാത്തവരും കൂടി ഇതെല്ലാം അറിയില്ലേ? അറിയാതിരിക്കണമെങ്കിൽ അവൻ ആവശ്യപ്പെടുന്നൊക്കെ ഞാൻ കൊടുക്കേണ്ടി വരും.